എൻ്റെ പേര് ജെസ്സി. ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തക്കവണ്ണം എനിക്കിടയായിത്തീരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾക്ക് കടന്നു പോകുന്നൊരു സമയം. ആ സമയത്ത് ആരും ആശ്രയമില്ലാതെ മാതാപിതാക്കളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും ദേശനിവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ആരിൽ നിന്നും ഒരു സഹായമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം ദൈവം എനിക്കൊരവസരം തന്നു. എൻ്റെ യേശു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാഥനാണെന്നുള്ളൊരു അറിവ് എനിക്ക് ലഭിക്കുകയും ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയതിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നിന്ന് ജീവിതം വളരെ സന്തോഷത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എൻ്റെ പിതാവ് ഞങ്ങളുടെ കൊച്ചുപ്രായത്തിൽ വളരെ മദ്യപാനിയായ ഒരു വ്യക്തിയായി. ഈ മദ്യപാനത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുമെന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു. പല പ്രാവശ്യവും എൻ്റെ പിതാവ് മദ്യപിച്ച് വന്ന് വീട്ടിൽ ബഹളമുണ്ടാക്കുന്നത് കണ്ടു വളർന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭവനത്തിൽ നിന്ന് യാതൊരുവിധ കുറവുമില്ലാതെ എൻ്റെ വിവാഹം വരെയും അനുഗ്രഹത്തോട് തന്നെ നന്നായി വളർന്നു. വളരെ സ്നേഹത്തിൽ വളർത്തി. രാവിലെ മദ്യപാനം എൻ്റെ സഹോദരന്മാർക്കും അമ്മയ്ക്കൊക്കെ വളരെ വിഷമമായിരുന്നു. അന്നത്തെ എൻ്റെ കൊച്ചുപ്രായത്തിൽ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. ആ സമയത്തും എന്നോട് വളരെ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറയുവാൻ തക്കവണ്ണം എന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ വളരെ സന്തോഷത്തോട് നിന്ന് കാര്യം പറയുകയും അത് സ്വീകരിച്ച് അവർക്ക് അതിൽ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇന്നപ്പുറം വയലാർ സമരം നടന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ആ സമയത്ത് എൻ്റെ പിതാവിന് 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയം. ഒരാളുടെ വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് ജീവിക്കുന്നത് കണ്ടു വളർന്ന പിതാവ് 14 വയസ്സ് മുതൽ ആര് എന്ത് അനീതി ചെയ്താലും അതിനെ എതിർത്തുകൊണ്ട്, അതായത് സാധുക്കളായവർ, അതുപോലെ സ്ത്രീകൾ, അങ്ങനെയുള്ളവരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചാൽ പിതാവ് ജീവനെയോ ഞങ്ങളുടെ മക്കളെയോ കുറിച്ച് ഓർക്കാതെ തന്നെ അത് എത്ര ഉന്നതിയിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയാണെങ്കിലും ചെന്ന് ധൈര്യമായി ആക്രമിക്കുകയും ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയെങ്കിലും വളരെ യജമാനന്മാരുടെ മുന്നിൽ അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയുടെ മുന്നിൽ പിതാവിന് പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ പിതാവ് വളരെ ധൈര്യത്തോടു കൂടി തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതൊക്കെ കണ്ടും കേട്ടും വളർന്നതുകൊണ്ട് ഞങ്ങളും വലുതായപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഞങ്ങൾ